May I request everyone to kindly rise for the national song Vande Mataram, followed by national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड़ उत्कल वंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। We now begin this auspicious session with the traditional lighting of the lamp. May I invite our distinguished dignitaries to kindly come forward for the lamp lighting. Om Asato ma Sadgamaya Tamaso ma Jyotirgamaya Mrit
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः. സ്വസ്തി നഃ ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി നഃ പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. Now I invite Sri Rahul Radhakrishnan for the prayer. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കലാഭ്യാം ചൂഡാലംകൃതശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവനശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഗളന്തി ശംഭോ ത്വച്ചരിതസരിതഃ കിൽബിഷരജോ ദളന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണപരിതാപോപശമനം വസന്തി മച്ഛേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരവാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. വേദാന്താർത്ഥവിഭാസകായ യതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഘപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിധാം ബിഭ്രത്തെ തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനേ. ഓം. Thank you for that serene beginning. It's now my privilege to invite Sri K.B. Srikumar, General Manager of Janmabhoomi, to deliver the welcome address. ആദി ശങ്കരാചാര്യരുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ മുതലിവിടെ ആരംഭിച്ച ഒരു ദിവസത്തെ ലോക സമാധാനം അദ്വൈതത്തിലൂടെ എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന സെമിനാറിൻ്റെ ഔപചാരികമായ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ഈ പ്രൗഢോജ്വലമായ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ എം രാധാകൃഷ്ണൻ. അദ്ദേഹം ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന ദക്ഷിണ ക്ഷേത്രത്തിൻ്റെ കാര്യവാഹക് എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ശങ്കര ദർശനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി
ഈ യോഗത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കേവർക്കും ആദരണീയനായ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. അദ്ദേഹം ഇതിനകം തന്നെ നമുക്ക് പരിചിതനാണ്. ഗോവ സ്വദേശിയായ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ കുട്ടിക്കാലത്ത് തന്നെ സ്വയംസേവനാവുകയും പിന്നീട് സംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകനാവുകയും ചെയ്ത വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ഉണ്ടായി. ആ സമയത്ത് പറയുന്ന ഒരനുഭവം, അദ്ദേഹം നിന്ന വരിയിൽ ഭക്ഷണത്തിനു വേണ്ടി വരി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയത് അപ്പോൾ അവിടെ തൊട്ടടുത്ത വരിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സകുടുംബം രാഷ്ട്ര സേവന തൽപരരായ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും മക്കളുമെല്ലാം ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി പ്രവർത്തിക്കുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ പൊതുരാഷ്ട്രീയ രംഗത്ത് സജീവമായ അദ്ദേഹം ഗോവയിൽ സ്പീക്കർ എന്ന നിലയിൽ പ്രവർത്തിച്ചു. തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്ക് ഏറെ പരിചിതനായി കേരള ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാനത്തിൻ്റെ നടത്തിപ്പിൽ മുഖ്യ നേതൃത്വം നൽകി നമുക്ക് മാർഗദർശനം നൽകുന്നു. ഈ ചടങ്ങിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഉള്ളത് പ്രൊഫസർ ഗൗരി മൊഹലീക്കറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ശോധ സംസ്ഥാൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ആത്മജ്യോതിയായി പ്രവർത്തിക്കുന്ന മഹത് വ്യക്തിത്വമാണ് അവരുടേത്. മഹാരാഷ്ട്ര സ്വദേശിയായ അവർ സംസ്കൃതത്തിൽ വളരെയേറെ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുരാണിക് മന്ത്രങ്ങളും റിച്വൽസും എന്ന വിഷയത്തിൽ സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. 12ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും 150ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്രീമതി ഗൗരിജിയുടേത്. അവരെയും ഞാൻ സാദരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ നമ്മളോടൊപ്പം ചേരുന്ന മറ്റൊരു വ്യക്തിത്വം ബ്രഹ്മചാരി വേദ ചൈതന്യയാണ്. അദ്ദേഹവും ഈ ചിന്മയ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിനെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രധാന സേവകനായ ശ്രീ രാജേഷ് പട്ടേൽ അവറുകൾ. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജന്മഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീ KN രാമൻ നമ്പൂതിരി അവറുകൾ, അദ്ദേഹത്തെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് വളരെ സമ്പന്നവും സമ്പുഷ്ടവുമാണ്. വന്നിരിക്കുന്ന എല്ലാവരും തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. എന്നിരുന്നാൽ പോലും യാദൃശ്ചികമായി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര അധ്യക്ഷൻ ശ്രീ അലോക് കുമാർജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ സ്ഥാണുമാലയൻജി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. വളരെ യാദൃശ്യമെങ്കിലും വളരെ സ്നേഹനിർഭരമായ ഈ അവസരത്തിൽ അവരെയും ബാക്കി പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി, അധ്യാപക, അനധ്യാപക, ഗവേഷകരെയും ഞാൻ മാധ്യമപ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Nandi Srikumar sir. We now invite Professor Gauri Mahulikar, Chairperson of Chinmaya International Foundation Shodh Sansthan, to offer the felicitation. Hari Om. Respected Honorable Governor Shri Rajendra Arlekar ji,
other respected members of Janmabhoomi and Chinmay International Foundation trustees, people sitting in the hall, academicians, trustees, teachers, students, and all the Shankara Jayanti participants, I welcome you all to this valedictory function. We have gathered here since morning to felicitate a Mahatma, a crusader, a Yodha Sannyasi, we can call him. Though a sannyasi, he was very much into Pravritti Marga. Chaturdik Chaturamnaya Pratisthaya Namaha. Those days, thousands of years back, he felt the need to protect this Bharata Bhumi from all the four corners, and therefore he established 4 Peethas, Purvamnaya, Paschimamnaya, Uttaramnaya and Dakshinamnaya, and ensured the spirituality continues. It is the sustainable civilization from thousands of years that has carried out, that has been percolated till today to us because of Adi Shankaracharya. This is a great occasion to pay homage to him. I would just quote from one Digvijaya Grantha by Lakshmana Suri. It is known as Bhagavat Padabhyudaya. And he pays homage in a very beautiful manner, just a couplet, 2 lines. Asadhuma keto, trayi dharma keto. Asadhuma keto, for all the asad, for all the evil, he is as good as a comet. He is the destroyer of everything which is evil. At the same time, Trayi Dharma Keto, he is the flag. He is the flag bearer for the Trayi Dharma, 3-fold Dharma. Namashankaracharya Saddharma Seto. Oh, I bow down to Shankaracharya, who is like a setu, a bridge, uniting us with our Sanatana Dharma. Again, it's a revival of Sanatana Dharma, the Vaidika Dharma done by Adi Guru Shankaracharya. Namah Shankaracharya Saddharma Seto. Namah Padma Bandho Sadachara Bandho Namah Shankaracharya Karunya Sindho. Tamah Padma Bandho. Padma Bandhu is a unique name for the sun. He is the Bandhu, the relative of Padma, the lotuses, because when the sun rises, the lotuses start blooming. Tamah Padma Bandho. He is the Tamah Padma Bandho. He is like a sun to the darkness. When he rose, the darkness in the form of ignorance just melted away. Mohadvanta Divakaraya, just now we heard. Tamah Padma Bandho, Sadachara Bandho, he is the relative, he is the Bandhu, a kith and kin of all those who are virtuous. Namah Shankaracharya Karunya Sindho, he is the Karunya Sindho. Totakacharya describes him, Karuna Varunalaya Palaya Mam, Bhavasagara Dukkha Viduna Hridam. That is the glory of Shankaracharya. And we must year after year not just pay tribute, but try to imbibe few values. Oneness, the philosophy of oneness, which teaches us to resolve all the conflicts within and without. Namah Shankaracharya Varyaya Namaha. Hari Om. Thank you. Thank you, Gauriji, for those beautiful words. To seek divine blessings for the successful culmination of this seminar, I now invite Brahmachari Ved Chaitanya Ji from Chinmay International Foundation to deliver the benediction. Om Shri Ganeshaya Namaha. Om Shri Saraswati Namaha. Om Shri Gurubhyo Namaha. Shruti Smriti Purananam Alayam Karunalayam Namami Bhagavat-pada Shankaram Lokashankaram Samastajana Kalyane Niratam Karunamayam Namami Chinmayam Devam Satgurum Brahmavitvaram. Hari Om, Honorable Governor of Kerala, Shri Rajendra Arlikar Ji, Pranams and Swagatam to this holy land of Bhagavan Shri Adi Shankaracharya Ji's mother's home, to Adi Shankar Nilayam.
to all the dignitaries present and all the participants present here, Hari Om and salutations. The theme of this one-day seminar is World Peace through Advaita. Very apt theme to have at the current times when we know that the world is going through so much of turmoil. We recognize that the solution of all problems lies within. That is the essential teaching of Bhagavan Shri Adi Shankaracharya Ji. We often speak about peace, but we forget that actually peace is already there unless we decide to disturb it. It is not that we have to bring peace from somewhere. Peace is already there. We have to remove the conflicts, remove the problems, and peace will be there. Right? So to remove all these problems, one solution that our Mahatmas have always given is that of understanding the philosophical oneness between people. If you see all the problems that we have today, whether there are problems between the countries, between the states, between the districts, between the villages, between the neighbors, all these conflicts are arising from duality. That I am different, you are different. The moment that duality comes, then arise all the other things. I want what you have, and I don't want to give up what I have, and I want everybody's whatever they have, but I am not ready to give whatever I have. That is where all the problems start. Illuminaries like Bhagavan Adi Shankaracharya Ji, who came and who told us that essentially, philosophically speaking, we all are one. Not we all are same. Please, many people misunderstand Advaita to mean all are same. All are not same. They are not supposed to be same. We all are unique. We all are different from each other. We are supposed to be like that. But we all are one. How are we one? The essence that makes you, you, and that makes me, me, that essence is the life principle, is the consciousness which is one. When we come to the characteristics of human being and other beings, we may be different. I may be a man, you may be a woman, you may be a child or a old person, or different states, different countries. All those differences are fine, but essentially we are one. To recognize this oneness is the main purpose of studying Advaita Vedanta. Our Puja Gurudev, Swami Chinmayanand Ji, used to always say that you change and the world around you will change. So world peace can be attained through individual transformation. We cannot expect the world to change, because the world doesn't work like that. We individually, we change, and we see that the entire world changes. So it is because of such great Mahatmas such as Bhagavan Adi Shankaracharya Ji and all the other Mahatmas who came in the parampara, including our Gurudev, because of whom we still have this knowledge, and therefore we have hope that if at all there is any country which can show the world that peace is possible, it is Bharata. It is not a political statement to call Bharata as Vishwaguru. It is not a political statement. It is a fact. Why? Because we have something that other countries do not have, and that is the base of spirituality. In that sense, we say that we are the light for the rest of the world to understand, okay, this is how world peace can be attained. Not by speaking about it, but by demonstrating it. It is high time that we Bharatiyas start to understand our own philosophy, start to understand the oneness, and start to practice it, so that the world peace starts with individuals like all of us. I welcome all of you and congratulate all the organizers of this program for having such a good theme and for coming to this wonderful land of Adi Shankar Nilayam, the mother's home of Bhagavan Adi Shankaracharya Ji. And tomorrow is Adi Shankaracharya Ji's Jayanti morning. This is the place where Bhagavan was born, isn't it? So it is very, what do you say? We all are very lucky. We don't even know how much lucky we are that we are at this place on such a great occasion.
Once again, thank you all of you for joining in, and thank you, Honorable Governor, for taking time out and coming here and blessing this place. Thank you very much. Hari Om. Thank you, Vedji, for those inspiring blessings. It's now time for the presidential address. May I invite Shri M. Radhakrishnan, Managing Director of Janmabhoomi, to address the gathering. ഇന്ന് രാവിലെ മുതൽ നടന്നു വരുന്ന ശങ്കരജയന്തിയോടനുബന്ധിച്ച ഈ ഏകദിന സെമിനാറിൻ്റെ ഏറ്റവും അവസാനത്തെ സെഷനിലാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ആദരണീയനായ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർജി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനും വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. നമ്മുടെ രാഷ്ട്രം ചിരപുരാതനമായ ഒന്നാണ്. അതിനെപ്പറ്റി ആധുനിക കാലത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ സുദീർഘമായ ഒരു പ്രവാഹം നമ്മുടെ രാഷ്ട്രത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ സുദീർഘമായ ജീവിത പ്രവാഹത്തിനുള്ളിൽ ഉയർച്ച താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഈ സുദീർഘമായ കാലത്തെ പ്രയാണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അത് കേവലം ഭൗതികമായ ആശയങ്ങളുടെയോ ആയുധങ്ങളുടെയോ അകമ്പടിയോടുകൂടിയുള്ള ഒരു പ്രയാണമായിരുന്നില്ല. മറിച്ച് സർവപ്രപഞ്ചത്തിൻ്റെയും മംഗളം ആഗ്രഹിക്കുന്ന ഒരു ആധ്യാത്മിക ദർശനത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമായിരുന്നു അത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ നിലനിൽപ്പും തുടക്കവും തുടർച്ചയും നിലനിൽപ്പുമെല്ലാം ഈ ആധ്യാത്മിക ദർശനത്തിൻ്റെ ആധാരത്തിലാണ് ഉള്ളത്. പക്ഷേ പലപ്പോഴും പല കാലഘട്ടങ്ങളുടെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ ഭൗതികമായ സമൃദ്ധി സൃഷ്ടിച്ചിട്ടുള്ള ആലസ്യം കൊണ്ടാകാം, അല്ലേ ഒരു ജനത എന്നുള്ള നിലയിൽ ചിന്തിക്കാൻ തക്കവണ്ണം അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ, നമ്മുടെ ഇടയിലുള്ള വർഗ വർണ്ണ ജാതി മത വ്യത്യാസങ്ങൾ, സിദ്ധാന്തങ്ങളുടെ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളെ കൊണ്ട് ഈ ആധ്യാത്മിക ദർശനത്തിൽ നിന്ന് നമ്മുടെ സമൂഹം അവരുടെ ജീവിതത്തെ അതിൽ നിന്ന് അകന്നുപോയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിൻ്റെ ഒരു നൈസർഗികമായ സഹജമായ സവിശേഷത അത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ സമൂഹത്തെ സമാജത്തെ വീണ്ടും ഈ പാരമ്പര്യത്തിൽ കൂട്ടിയോജിപ്പിച്ച് നിർത്താൻ, ഈ ദർശനത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നയിക്കാൻ, അല്ലെങ്കിൽ ഈ ദർശനത്തെ അതാത് കാലത്തിനനുസരിച്ച് പുനരാവിഷ്കരിച്ചുകൊണ്ട് ഭാരതത്തെ അതിൻ്റെ തനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഓരോരോ കാലത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സുദീർഘമായ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരമൊരു കാലത്തെ വളരെ നിർണായകമായ ഒരിടപെടലായിരുന്നു ജഗദ്ഗുരു ശങ്കരാചാര്യർ നടത്തിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഭാരതത്തെ നമുക്ക് കാണാൻ, നമുക്ക് അനുഭവിക്കാൻ, നമുക്ക് സംഭാവന ചെയ്യാൻ ഒരു സമ്പൂർണ്ണ ജീവിതവും സമർപ്പിച്ച ഒരു തപസ്വിയായിരുന്നു ശങ്കരാചാര്യർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അദ്ദേഹം നമ്മുടെ ദർശനത്തെ, ആധ്യാത്മിക ദർശനത്തെ സ്വന്തം ജീവിതം കൊണ്ട് വീണ്ടെടുത്തു. സ്വന്തം ജീവിതത്തിൻ്റെ തപസ്സുകൊണ്ട് അദ്ദേഹം വീണ്ടെടുത്തു. വളരെ ചെറിയ ഒരു ആയുസ്സിൽ തന്നെ അതിനെ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭൂതിയാക്കി മാറ്റി. എന്ന് മാത്രമല്ല, സമൂഹത്തെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് വഴിതിരിപ്പിച്ചു വിടാൻ സാധ്യതയുണ്ടായിരുന്ന അന്നത്തെ ബൗദ്ധിക രംഗം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന എല്ലാ ആശയ സംഹിതകളെയും അദ്ദേഹം തൻ്റെ ബുദ്ധി കൊണ്ട് എതിർത്തു. താൻ ആവിഷ്കരിച്ച, താൻ സ്വാംശീകരിച്ച ഭാരതീയ ദർശനത്തെ,
ഭാരതത്തിൻ്റെ ആധ്യാത്മിക ദർശനത്തെ അദ്ദേഹം ബൗദ്ധികമായി അതിൻ്റെ ശ്രേയസ് സ്ഥാപിച്ചെടുത്തു. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഭാരതം മുഴുവൻ ആ ചെറിയ പ്രായത്തിൽ യാത്ര ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച സഹനങ്ങൾ എന്തായിരുന്നു, ത്യാഗങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്രയായിരുന്നു. അതെല്ലാം ഭാരതത്തിൻ്റെ ഏകത്വത്തെയും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയും ഭാരതത്തിൻ്റെ സംസ്കൃതിയെയും നമ്മുടെ ആധ്യാത്മിക ദർശനത്തെയുമെല്ലാം വീണ്ടെടുത്ത് സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു. ഭാരതത്തിൻ്റെ 4 കോണുകളിൽ അദ്ദേഹം സ്ഥാപിച്ച ചതുർമഠങ്ങൾ ഇനി ഒരിക്കലും ഭാരതത്തിൻ്റെ ഏകത്വത്തെ ലോകത്താർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി ആർക്കും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. ഭാരതം ഒരു ഏകരാഷ്ട്രമാണ്, ഭാരതം ഒരു പ്രാചീന രാഷ്ട്രമായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ സാംസ്കാരിക സത്തയുടെ അടിത്തറ 4 മഠങ്ങളായിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഭാരതീയ ജീവിത ദർശനത്തെ, ഭാരതീയ ആധ്യാത്മിക ദർശനത്തെ വീണ്ടെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ, നമ്മൾ ഇന്നത്തെ നാട്ടുകാർ വളരെ ആദരവോടെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കേണ്ടതായ മഹത് കർത്തവ്യം. നമുക്കറിയാം, വേദവ്യാസൻ അതിനു മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന അനേകം ഋഷിമുനിമാരുടെ തപസ്സുകളിൽ നിന്ന് ഉദ്ഗളിച്ച വേദമന്ത്രങ്ങളെ സമാഹരിച്ച് അത് ക്രോഡീകരിച്ച് ചതുർവേദങ്ങളാക്കി നമുക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പല വേദമന്ത്രങ്ങളും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നില്ല പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യത. അപ്പോൾ അതിനുശേഷം ശങ്കരാചാര്യർ ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും വേദാന്തത്തിനുമെല്ലാം ഭാഷ്യം ചമച്ചുകൊണ്ട് അന്നത്തെ കാലത്തിനനുസരിച്ച്, അന്നത്തെ കാലത്തെ അഭിജാതവർഗ ഇൻ്റലക്ച്വൽ സമൂഹത്തെ ശരിയായ വഴിയിൽ നയിക്കാൻ എന്തു വേണം എന്നുള്ളത് ആലോചിച്ച് അദ്ദേഹം ആ കർത്തവ്യം നിർവഹിക്കുകയുണ്ടായി. അതും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ സന്യാസം എന്ന് പറയുന്നത് അത് പരമ്പരാഗതമായി ഭാരതത്തിലെ ഒരു സംവിധാനവും, സന്യാസമടക്കം ഒരു സംവിധാനവും നമുക്ക് ഈ പാശ്ചാത്യ ഘടന ഒരു സ്ട്രക്ചറിനുള്ളിലുള്ളതായിരുന്നില്ല. അത് ശിഥിലമായിരുന്നു. അത് ആധ്യാത്മികമായ സാധനകൾ അനുഷ്ഠിക്കുന്നു, ഉപാസനകൾ അനുഷ്ഠിക്കുന്നു, ആധ്യാത്മികമായ സാക്ഷാത്കാരങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവർ സമൂഹത്തെ ചിലർ അനുഗ്രഹിച്ച് സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരുണ്ട്. അതല്ല, തനിക്ക് തന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളുണ്ട്. പക്ഷേ അതിനകത്ത് ഒരിക്കലും ഒരു അപജയം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വളരെ സംശുദ്ധമായ ഒരു ആധ്യാത്മിക തപശ്ചര്യയുടെ ഒരു മേഖലയായിരുന്നു അത്. പക്ഷേ അതിനകത്ത് നമ്മൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള അപച്യുതി സംഭവിച്ചു. അത് ഒരുപക്ഷെ ബുദ്ധൻ്റെ ആവിർഭാവത്തിന് ശേഷം പിന്നീട് ബുദ്ധമതത്തിനുണ്ടായിട്ടുള്ള ജീർണതകളുടെയൊക്കെ ഫലമായിട്ടാകാം. കൂടുതൽ പഠനം ആവശ്യമുള്ളൊരു മേഖലയാണ് ഞാൻ ആ പറഞ്ഞൊരു അഭിപ്രായം. പക്ഷേ ഏതായാലും ശങ്കരാചാര്യസ്വാമികൾ കാണുന്ന സമയത്ത് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ കെട്ടുറപ്പ് നിൽക്കുന്നത് ഈ ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവിതത്തിൻ്റെ ചൈതന്യത്തിലായതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന അപജയം നമ്മുടെ രാഷ്ട്രത്തെ എല്ലാ കാലത്തേക്കും നശിപ്പിക്കും എന്ന് ചിന്തിച്ചതുകൊണ്ടാവാം അദ്ദേഹം സന്യാസത്തിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, ദശനാമി സമ്പ്രദായം ഉണ്ടാക്കി. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന, സമൂഹത്തിന് ഗുണകരം അല്ലാതായി പോകുമായിരുന്ന നമ്മുടെ ആധ്യാത്മിക ശക്തിയെ അദ്ദേഹം ആ നിലയിലും വീണ്ടെടുത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഭാരതത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ ശങ്കരാചാര്യർ ഈ രാഷ്ട്രനിർമ്മാണത്തിൽ നിർവഹിച്ചിട്ടുള്ള പങ്ക് വളരെ അതുല്യമായ ഒന്നാണ്.
പക്ഷെ നമുക്ക് വർത്തമാനകാലത്തെ ചില സാഹചര്യങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കിയാൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു 1950 മുതലെങ്കിലും നമ്മുടെ അക്കാഡമിക് മേഖല, നമ്മുടെ ഗവേഷണ മേഖല, സാംസ്കാരിക മേഖല, ഇങ്ങനെയുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെ ചിന്താശക്തി മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്ന മേഖലകൾ മുഴുവൻ ഒരുതരം നിർമ്മത നിരീശ്വരവാദ ശക്തികളുടെ മേധാവിത്വത്തിന് കീഴിലായിപ്പോയി. അതിൻ്റെ പ്രകടമായ പരിണിത ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. എനിക്ക് തോന്നുന്നു 50-ന് ശേഷം നമ്മുടെ ഗവേഷക മേഖലയിൽ ആദിശങ്കരനെ പറ്റി, ജഗദ്ഗുരു ശങ്കരാചാര്യരെ പറ്റി, ശങ്കരാചാര്യരുടെ ദർശനങ്ങളെപ്പറ്റി വളരെ പോപ്പുലറായി പ്രചരിപ്പിക്കപ്പെട്ട പഠനങ്ങളെല്ലാം തന്നെ ശങ്കരാചാര്യർ ജാതി വ്യവസ്ഥയുടെ സൃഷ്ടാവാണ് എന്നുള്ള നിലയിലുള്ളതായിരുന്നു. ശങ്കരാചാര്യർ ഇവിടുത്തെ സവർണ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം സിദ്ധാന്തങ്ങൾ ചമച്ച ആളാണെന്നുള്ളതായിരുന്നു. അതിലിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു ശതമാനം ഗവേഷണവും പഠനം നടത്തുന്നവരായതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ പേരിലുള്ള സർവകലാശാലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആദിശങ്കരനെ സംബന്ധിച്ചുള്ള പ്രബന്ധങ്ങൾ, അങ്ങനെയാണല്ലോ പ്രബന്ധങ്ങളാണല്ലോ, അല്ല PhD ഗവേഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. എങ്ങനെയാണ് ശങ്കരാചാര്യരെ ഇകഴ്ത്താൻ സാധിക്കുക, എങ്ങനെയാണ് ശങ്കരാചാര്യരുടെ ഓർമ്മകളെ ഒരുതരം വെറുപ്പോടെ അവജ്ഞയോടെ നോക്കാൻ ഒരു സമൂഹത്തെ പഠിപ്പിക്കുക, അതിനു വേണ്ടതെല്ലാം ഈ ഗവേഷണ പ്രബന്ധങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ശങ്കരാചാര്യരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന്, ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി നടന്ന ആധ്യാത്മികവും ബൗദ്ധികമായിട്ടുള്ള വ്യായാമങ്ങൾ, അതായിരുന്നു ഒരു 1950-ന് ശേഷമെങ്കിലും നമ്മുടെ നാടിൻ്റെ നിങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ശങ്കരാചാര്യരെ സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ശങ്കരാചാര്യ മാധ്യമങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ എനിക്ക് ഓർമ്മയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഈ ശങ്കര ജയന്തി ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. അംബേദ്കർ ജയന്തി, അയ്യങ്കാളി ജയന്തിയൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ടാവും, പക്ഷേ ശങ്കര ജയന്തി ആഘോഷിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. ശങ്കരനെ പറ്റി പരാമർശിക്കുന്നിടത്തെല്ലാം ശങ്കരനെതിരായിട്ടുള്ള വാദങ്ങളാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ശങ്കര ജയന്തി ആഘോഷം കാലടിയിൽ കേന്ദ്രീകരിച്ച് മുതലക്കടവ് സ്നാനവും അതുപോലെ സന്യാസിമാരുടെ സമ്മേളനമൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചത്. ഇന്നിപ്പോൾ പൊതുവെ ശങ്കര ജയന്തി ആഘോഷിക്കാൻ എല്ലാ ഭാഗത്തും ആളുകൾ മുന്നോട്ട് വരുന്നു. കാലം മാറി എന്നുള്ളത് മാത്രമല്ല, അതിനിപ്പം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കും എന്നുള്ള ഭയം കൊണ്ടാവാം. ഏതായാലും ആദിശങ്കരനെ അംഗീകരിക്കുവാനും ശങ്കരാചാര്യരുടെ സംഭാവനകളെപ്പറ്റി ചിന്തിക്കുവാനും ചർച്ച ചെയ്യാനുമൊക്കെ ഇന്ന് കേരളം തയ്യാറായി മുന്നോട്ട് വരുന്നു. അതിനെ എതിർത്ത് നിന്ന ശക്തികൾ ദുർബലരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ജന്മഭൂമി ഈ ശങ്കര ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ഈ സെമിനാർ നടത്തിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ജന്മഭൂമിയുടെ പേരിൽ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു കൃതജ്ഞത ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Nandi Radhakrishnan sir. We now move into the special segment of this valedictory session, a tribute to the Honorable Governor, acknowledging his presence and contribution. Now I request Shri M. Radhakrishnan, Managing Director, Janmabhoomi Daily, to honor Honorable Governor on behalf of Janmabhoomi. I now request Shri Rajesh Patel, Chief Sevak,
Chinmaya International Foundation to honor Garner on behalf of Chinmaya International Foundation. എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനുള്ള സമ്മാനങ്ങളാണ് ഇനി ഇവിടെ നൽകാൻ പോകുന്നത്. അദ്വൈതം വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ വികാസ് ഗുരീക്കർ. ഐ റിക്വസ്റ്റ് ഗവർണർ to hand over the prize. രണ്ടാം സമ്മാനം നേടിയ ശ്രീമതി CP അംബിക. എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ലോകക്രമം വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഡോക്ടർ രാജേഷ് PP. പ്രോത്സാഹന സമ്മാനത്തിനർഹയായ വിദ്യാലക്ഷ്മി PV. We will now witness the book release of Understanding Hinduism, Concepts and Practices by D.C. Rao of Chinmaya Mission West. I request Honorable Garner to launch the book Understanding Hinduism. Thank you, everyone. And now, the moment we have all been looking forward to, may I respectfully invite our chief guest, Sri Rajendra Vishwanatha Arlikar, our Honorable Governor of Kerala, to deliver the chief guest address. Namaskaram. We have gathered here for the Adi Shankaracharya Jayanti celebration. This is in fact a very auspicious day. Factually it is tomorrow, and tomorrow it is Panchami. But conveniently we are celebrating this function today. In fact, I was expecting such functions of celebration of Adi Shankara Jayanti would have been a state function of Kerala state. I don't know I am daydreaming or not, but it should have been a fact. On this occasion, I am sharing this honorable dais with Shri MD of Janmabhoomi, Shri Radhakrishnan ji,
General Manager of Janmabhoomi, Shri K.B. Sri Kumar ji, Brahmachari Veda Chaitanya of Chinmay Foundation, Chairperson of Chinmay Foundation, Professor Gauri Mahulikar, Editor of Janmabhoomi, Shri K.N.R. Nambudri, Chief Sevak of Chinmay Foundation, Shri Rajesh ji. In this audience we have honorable guests, Shri Alok Kumar ji, who is International President of Vishwa Hindu Parishad, who happened to be here. I do not know his programs, but just today morning he called me. We have been together working in different organizations since last many years, and I am very happy that he is here. I feel blessed that he is present here. Central Joint General Secretary of Vishwa Hindu Parishad, Shri Sthanu Mangalam ji, all other dignitaries present here, Priyapetta, Sahodari, Sahodanmare, Namaskaram. As I said earlier, it should have been a state function, because Keralam has given such a big son to all of us, big leader to all of us, not only to this country, but to the world. Many a times people mention Adi Shankaracharya as Vishwa Guru. He has been. His life, his practice, his teaching, his preachings, everything was of that stature and that level. And that is why we as a Keralites should have been very proud of this personality, of this Adi Shankaracharya, should have been our deity day to day. But unfortunately it is not so. With the efforts of all of us, coming future will be seeing this. We will be hoping to do this. We all have to work together for this. And we will have to work hard and hard, more and more, so that whole Kerala state will celebrate the Jayanti of Adi Shankaracharya. Adi Shankaracharya's teachings, his preachings, his principles, I need not explain to you. You all are well versed with it. And just now the speakers who have been here earlier to me, they already have explained what Dvaita, Advaita, what Swamiji Adi Shankaracharya stood for, what he did to this country, to the culture, to our tradition. That all has been discussed. No doubt about his stature. No doubt about the only lifespan was almost, I think, about 32 years. But within this span of life, he did everything that was necessary. Because that time we consider, the history tells us that time all the people here in this country, all the followers of Sanatana or Hindu, were just confused. They were not knowing what to do. They were misguided and they were walking on the wrong path. And then came the Swamiji, then came Adi Shankaracharya ji. I don't know, somehow I always feel Bhagavan Vishnu had given us assurance in Bhagavad Gita
whenever there is something that is adharma, I will be there to correct to dharma. That is what he had given us assurance. And always we try to look at him, in which form Bhagavan Vishnu will be coming on this earth. And we just look here and there. I feel that Bhagavan Vishnu had come here in the form of Adi Shankaracharya to give us all these teachings, to tell us this is the way where you have to go. This is the adharma and this is dharma. That is how this person, this personality, these sacred souls are. This is what they have given to us. He was against nobody here, no teachings, no preachings, against anybody. He had come here to revive our thinking. As was mentioned by Brahmachari ji, it was just to unite all the forms of our society, all the forms. Everybody. Irrespective of whether you are gender, your religion, your thoughts, religion, nothing. We all feel that you are one. That is what Adi Shankaracharya ji has given to us. He taught us this. Advaita may be defined in different way. But for us, Advaita means unity. Unity of the nation. Unity of the society, of the people here. Unitedly we have to stand. That is what Adi Shankaracharya told us about 2500 years ago, which is very true today. Absolutely true, absolutely necessary, relevant. We all have to follow that. What Adi Shankaracharya told us has to be followed even today. I am not a scholar person. I don't understand even Sanskrit properly. But if you go to the writings and creations of Adi Shankaracharya, you always feel that you are in the heaven, you are elevated at a highest level while reading that. Nirvana Shatakam, Charpat Panjari, Bhaja Govindam. You feel like different person if you just listen to it. No need to even read. It elevates yourself to a different level. And that is where Adi Shankaracharya's success lies. Even if it happens today, it means it has got greatest power in those things. That greatest power has to be acknowledged, has to be propagated, has to be manifested today. What the power Adi Shankaracharya has given to this country, to the society, to the Sanatana Dharma. That has to be manifested again and again. May not be in the same words, may not be in the same words. What Adi Shankaracharya was telling us in the words which he spelled must be relevant on those days. But the spirit, the bhavana, that spirit still remains here and has to be manifested in today's terminology. Today's terminology. Fortunately, we have gradually we have been able to successfully develop a good atmosphere in this country towards Sanatana Parampara. We must take advantage of this atmosphere. Anukula Vatavarana. That has been created. It has not happened from heavens. It has not come from skies. Many years, many people have been working in this country, in this soil, and we can see that Anukula Vatavaran today. Favorable atmosphere.
If that Vatavaran or atmosphere is here today, we must take advantage of this. We must do something for this. All our young children, they must be knowing this, understanding this, what it is. They must understand this. They may not be understanding what Adya Shankaracharya told in that terminology. We always say it is relevant today. But only need is that we have to tell our younger children, next generation, in their terminology, in their words. Same spirit, same power, but in new words, with all understandable words. We all have to tell what Adya Shankaracharya stood for. It was not only unity, uniqueness, but it was for also the equality of everybody. Many people question why this person has to walk all this land of Bharatavarsha, 4 corners of Bharatavarsha, establish their centers. These were not just 4 mutts or Peter. These were the center of knowledge. All these 4 were center for knowledge, where you have to study yourself, where you have to know what is going around, where you have to understand what is happening and what you need to do for the society. That was the knowledge that was imparted there. And even today it is very much important, necessary. Then only we will be able to tell our next generation, yes, we all are great, we have a very great heritage, right from all others to till Adi Shankaracharya. We have that, we are very proud of that heritage. But we must connect our young generation to this in a different methodology, in a different way. That is very much necessary. Just day before yesterday or 2-3 days back, whole country was intending to give all our sisters and mothers their right, 33% in the assemblies and Lok Sabha. It failed. I am not going into politics of it. But it failed. But what was the reason behind that? We must try to understand. Do we really have some faith in our sisters, in the Stri Shakti, Mahila Shakti? That was somewhere lacking, I feel so. Adi Shankaracharya had full faith in our Nari Shakti. There is the incidence of his Shastrartha with Mandan Mishra. When he was the Shastrartha for his, I don't know where the Shastrartha was. When I went, I was governor in Bihar. And there is one place, I went there to a place called Mahishi. And I was told that that particular Shastrartha was held here in that Mahishi. And within next few months, I happened to be to Kaladi to take darshan of that stamba and all that. And I took darshan, and then when I told them, but somebody told, no, it is not correct. Maybe also. But I just asked them whether there was Shastrartha or not. He said, yes, it was. And who was the judge for that Shastrartha? Bharati ji, wife of Mandan Mishra. Adi Shankaracharya had full faith. He was discussing, Shastrartha was being done with Mandan Mishra, and Mandan Mishra's wife was the judge to decide who is right and wrong. This was the faith he had. And today we don't have. That is exactly the reason we don't want all our Nari Shakti to be there. They should be deciding on the table.
We always, yes, we groom them, we tell you are very great, you are a deity in our house and everything. But at the time of you, I want to see you in our house where decision is making done in the Lok Sabha or assembly. I just run away from my responsibility. This is what Adi Shankaracharya thinks we have to now follow. Why he has been doing this? He had full faith in our Nari Shakti. That is what very much required even today. What Adi Shankaracharya has given us has to be followed. He has to be understood in a better way. Then only we will be moving ahead. Last time I had been to one function in Kochi itself. And that time I made a statement. I remember that. And the statement was that we have a university in the name of Shankaracharya. The Shankaracharya, Sri Shankaracharya Sanskrit University. And my statement was that in this Shankaracharya's name Sanskrit University, there is objection to place a photograph of Shankaracharya. In the very university which is named after Shankaracharya. Then there was again reaction, action, something. The Vice Chancellor reacted. She placed showed her photograph with Shankaracharya's photo behind there. I knew that it was placed afterwards. I am the Chancellor of that university. Tomorrow I am going to that university to celebrate the very same function. Let us see what happens there. But I am going there to celebrate the Jayanti of Adi Shankaracharya there, in the university itself. Because last time they did not, they just tried to do something there, just to, so that other people like us should not talk about that. But they are trying to do it, something is being done. Now there is a different Vice Chancellor. I have told the Vice Chancellor that this has to happen there. She said, yes, I will do it. I got the news that something is going to happen there. I said, let it happen. At least because of this, Shankaracharya will be discussed. But this is the fate of our thinking, our thought process. We need to change this. Who will change it? We will change it. I will change it. I have to work hard. This shows that our work is not enough. We have not reached where we should have been. Now the time has come that we have to work with more pace, more speed, and with direct connotations, with direct aim over that. That is what we need. That is what we have to practice, my dear friends. Adi Shankaracharya's Jayanti is a celebration of all the people. It is not only that Janmabhoomi should celebrate it. I know Janmabhoomi has been doing it very nicely. They have done their might. They are trying to tell other people, you also should do it. You are the people who have to do it. Other organizations should come out to celebrate Adi Shankaracharya's Jayanti. We all Keralites should feel proud of such a personality from Kerala. We all Keralites. Unfortunately, that is not happening. Every year it has to be celebration of Adi Shankaracharya's Jayanti because we have a person here who is to be called as Vishwa Guru. Everything he has been telling has to be taught to the Vishwa, to the world. That is how I look at today's program. I have not read much about Adi Shankaracharya, his writings, his preachings, his principles. But what I feel is today is that we all must have to follow him, practice him, and propagate his thoughts. Tell others, this is Adi Shankaracharya.
and let us practice that. That's all, my dear friends. Ellavarkum Ashama Sakala Namaskaram. Thank you, Honorable Governor, for your enlightening and inspiring words. As we come to the close of this valedictory session, may I request everyone to kindly rise once again for the national song Vande Mataram, followed by the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत